ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എൽ സി യു എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സ് ആണോ അതോ ഒരു ബ്രാൻഡാണോ? പേഴ്സണൽ ബ്രാൻഡിങ് പഠിക്കാൻ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വിഷ്വലി കണ്ടു പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ഫിലിംസ് ആണ്. അത് ഒരു ടൈപ്പ് ഓഫ് പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. പേഴ്സണൽ ബ്രാൻഡിങ് ചാപ്റ്റർ 3 ആണ്. 2 കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം. ഞാനിവിടെ LCU കുറച്ച് ഫിലിംസിന്റെ പോസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. കൈദി, വിക്രം, ലിയോ, പിന്നെ റോളക്സ് വന്നിട്ടില്ല, അതുപോലെ തന്നെ ബെൻസ്. ഈ ഒരു ബ്രാൻഡ് ഇപ്പം ലോകേഷ് എന്ന് പറയുന്ന ഒരു ഒറ്റ ആളാണ് ഈ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ലോകേഷ് എന്നുള്ളത് ഒരു പേഴ്സണൽ ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫിലിംസ് എല്ലാം കാണാൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതും ലോകേഷ് എന്ന് പറഞ്ഞ ഒരു ഫിലിം മേക്കറുടെ പോയിന്റ് ഓഫ് വ്യൂവിലല്ലേ നമ്മൾ ഈ ഒരു ഫിലിംസ് എല്ലാം കാണുന്നത്. ആ ഒരു ഫിലിംസിൻ്റെ ഉള്ളിൽ വരുന്ന ഓരോ ആക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ 2 പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഹുക്ക് എലമെൻറ്റ്സ്. ആ ഹുക്ക് എലമെൻറ്റ്സ് ആണ് ഈ പറയുന്ന എല്ലാം നമ്മളെ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അത് ലോകേഷ് എന്ന ഫിലിം മേക്കർ ഈ പറയുന്ന LCUവിൻ്റെ അകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം കൈദി എന്ന ഫിലിം കാണാൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഹുക്ക് എലമെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതിൽ ദില്ലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അത് കാർത്തി ചെയ്തു. അത് കാർത്തി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു ആക്ടറിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫോളോവിങ് ആൾക്കാർ മാത്രമായിരിക്കും ഈ കൈദി ഫിലിം കണ്ടിട്ടുണ്ടാവുക. അത് നല്ല ഫിലിമാണെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ ആൾക്കാർ കയറി കണ്ടിട്ടുണ്ടാവും. ബാക്കിയുള്ള ഇത്രയും ഫിലിംസും ഇനിയിപ്പോൾ കൈദി 2 വരാൻ പോകുന്നു, ബാക്കിയുള്ള LCU ഫിലിംസ് എല്ലാം വരാൻ പോകുന്നു. ഇതെല്ലാം ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്? LCU ആണ്. ഈ LCU എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തത് ലോകേഷാണ്. ലോകേഷ് ഒരു പേഴ്സണൽ ബ്രാൻഡിനെ മറ്റൊരു നെയിമിൽ റീബ്രാൻഡ് ചെയ്തതുപോലെയാണ് LCU യൂണിവേഴ്സ് എന്ന പേരിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കൈദി എന്ന ഫിലിം മാത്രമേ ഒരാൾ കണ്ടിട്ടുള്ളൂ. ആളുടെ LCU എന്നുള്ള പേരോ മറ്റ് യൂണിവേഴ്സോ ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. ഇപ്പോൾ റോളക്സ് എന്ന ഫിലിം വരാൻ പോകുന്നു, അതല്ലെങ്കിൽ ലിയോര 2 വരാൻ പോകുന്നു എന്നുള്ള ഫിലിംസൊക്കെ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും LCU എന്നുള്ളത് അറിയുന്ന ഒരാളും LCU എന്നുള്ളത് അറിയാത്ത ഒരാൾക്കും തമ്മിൽ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. LCU എന്താണെന്ന് അറിയാത്ത ഒരാൾ റോളക്സ് വരുന്നു എന്ന് പറയുമ്പോൾ സൂര്യര ഒരു ഫിലിം വരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കൂടുതലായിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷനോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല. നേരെ മറിച്ച് LCU കുറിച്ച് അറിയുന്നവരും വിക്രം ഫിലിം കണ്ടവരും ഈ പറയുന്ന റോളക്സ് എന്ന ഫിലിം വരുന്നത് എത്രത്തോളം എക്സ്പെക്റ്റഡ് ആയിട്ട് അവർ കാത്തിരിക്കും, അത്രയും ക്യൂരിയസ് ആയിരിക്കത്തില്ലേ. അപ്പോൾ ഡിഫറൻസ് അവിടെയാണ് വരുന്നത്. അതിന് ഒരേ ഒരു റീസൺ LCU ആണ്. അത് ലോകേഷ് കൊടുത്തിട്ടുള്ള ഒരു ഹുക്ക് എലമെൻ്റ് ആണത്. അതായത് ഈ ഒരു ഒറ്റ ഫിലിം ഇറക്കിയതിന് ശേഷം അതിന് പുറകെ വരുന്ന എല്ലാ ഫിലിംസിലും ആൾക്കാരുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാവും, ഇത് LCU ഫിലിം ആണോ എന്നുള്ള ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോകേഷ് എന്ന ഒരു സിംഗിൾ ബ്രാൻഡ് LCU എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മറ്റ് ബ്രാൻഡുകളെ, ഇപ്പം ഈ പറയുന്ന ഓരോ ആക്ടേഴ്സും ഓരോ പേഴ്സണൽ ബ്രാൻഡുകളാണ് അല്ലേ. ഈ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ബ്രാൻഡുകളെല്ലാം കൂടി LCU എന്ന് പറയുന്ന ഒറ്റ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്തു. നോർമലി എല്ലാവരും സിംഗിൾ ആയിട്ട് ഒറ്റയ്ക്ക് അവരെ സിനിമകൾ എടുത്താണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും, അവരുടെ മാത്രം ഫാൻസ് മാത്രമേ ആ ഒറ്റ ഫിലിം കയറി കാണുള്ളൂ. പക്ഷെ ഇവിടെ ലോകേഷ് ഒരു ട്രിക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഹുക്ക് എലമെന്റ് എന്ന് വെച്ചാൽ ഒരു ഫിലിമും മറ്റൊരു ഫിലിമുമായിട്ട് കണക്ട് ചെയ്തു. അതുപോലെ വരാൻ പോകുന്ന ഫിലിമുകളും ഈ ഫിലിമുമായിട്ട് ഒരു കണക്ഷൻ കൊണ്ടുവന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലോകേഷ് ഇറക്കുന്ന എല്ലാ ഫിലിംസും, അതിപ്പോൾ LCU യൂണിവേഴ്സ് എന്നല്ല, എല്ലാ ഫിലിംസിലും ഈ പറയുന്ന എല്ലാ ആക്ടേഴ്സിന്റെയും ഫാൻസ് കയറും. അങ്ങനെ കയറുമ്പോൾ എന്താവും, ഹ്യൂജ് ഹിറ്റ് ഉണ്ടാവില്ലേ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ പറയുന്ന അതേ മെത്തേഡുകൾ നമ്മളുടെ ബ്രാൻഡിലും അപ്ലൈ ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് ഇതുപോലെ എടുത്ത് അപ്ലൈ ചെയ്യാന്നല്ല, ഇതിനെ പല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോസ് ഇങ്ങനെ സീരീസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ ബ്രാൻഡിങ് എന്താണെന്ന് വളരെ ടെക്നിക്കലായിട്ടൊക്കെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ കേൾക്കുന്നതും ബോറിംഗ് ആണ്, അത് ഒന്നും മനസ്സിലാവാനും പോകുന്നില്ല. ഈ ഒരു ബെൻസ് എന്ന ഫിലിമിൽ നിവിൻ പോളി ഉണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. പക്ഷേ ഈ മാർക്കറ്റിംഗ് എന്നതിന്റെ വേർഡിനേക്കാൾ ഏറ്റവും ബെറ്റർ ഇതൊക്കെ ഒരു ബ്രാൻഡിങ് ആണ്. സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ട് ആ ബ്രാൻഡിനെ ചെയിൻ പോലെ മറ്റ് ബ്രാൻഡുകളുമായിട്ട് കണക്ട് ചെയ്തിടും. ഇപ്പോൾ ഇതൊരു തമിഴ് ഡയറക്ടർ ആണെങ്കിൽ പോലും മലയാളത്തിൽ ഒരു ഫിലിം അങ്ങ് എടുക്കും, ഈ ഒരു യൂണിവേഴ്സിലോട്ട് എന്നിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലായിടത്തും ഒരു ചെയിൻ ഇട്ടതുപോലെ എല്ലാ ഇൻഡസ്ട്രിയിലും അവർക്കൊരു കണക്ഷൻ ഉണ്ടാവും. പക്ഷെ അത് എത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ടാണ് ലോകേഷ് അത് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് പേഴ്സണൽ ബ്രാൻഡിൻ്റെ ചാപ്റ്റർ 1 നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ആദ്യം ഇറക്കുന്ന ഫിലിം അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഫിലിമിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ബോറായി തോന്നിക്കഴിഞ്ഞാൽ മറ്റ് ഫിലിംസിനെ അത് അഫക്റ്റ് ചെയ്യും. കാരണം ഇതെല്ലാം കണക്ട് ചെയ്തിട്ടില്ലേ. നേരെ മറിച്ച് ഒരു സിംഗിൾ ബ്രാൻഡായിട്ട് ഒരു ഒറ്റ ഫിലിമായിട്ടൊക്കെ നമ്മൾ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിലിമിൻ്റെ കാര്യം അവിടെ തീരും. ഇനി ഞാൻ വരും എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് ഞാനത് പറഞ്ഞുതരാം, ഞാൻ എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണെന്നുള്ളത്. നമ്മളെ ചാപ്റ്റർ 2 ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതൊന്ന് ചെക്ക് ചെയ്യുക. അതും നമ്മൾ ഇതുപോലെ ഫിലിംസിൻ്റെ പോസ്റ്ററൊക്കെ വെച്ച് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അതൊന്ന് കാണുക. അത് കണ്ടാലേ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ആ വീഡിയോയും കൂടെ ഒന്ന് ജസ്റ്റ് കണ്ടേക്കുക. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം അടുത്ത നമ്മളെ ചാപ്റ്റർ 4 ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനേക്കാൾ ഇടിയോട്ടായിട്ടുള്ളൊരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ അൻഷാൻ നിസാർ.